മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇന്നലെ ഒരുപക്ഷെ ആഗോളതലത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ലോക പ്രശസ്ത മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിലെ മാധ്യമ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നുവെന്ന വാർത്ത. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പിരിച്ചുവിടലിന് കാരണമെന്ന് മറ്റ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തെറ്റായ മാനേജ്മെന്റ് സംവിധാനമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നു. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ ജെഫ് ബെസോസ് ഉടമയായി എത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോഴും വാഷിംഗ്ടൺ പോസ്റ്റ് പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമത്തിലെ ഈ കൂട്ടപ്പിരിച്ചുവിടൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ശശി തരൂരിൻ്റെ മകൻ ഇഷാൻ തരൂർ അടക്കം ആ പിരിച്ചുവിടപ്പെട്ടവരിലുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്താണിപ്പോൾ ഇന്ന് ആഗോള മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്? ഷീജ, കൂട്ടപ്പിരിച്ചുവിടലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതാണ്ട് 30% അടുത്ത് ജേർണലിസ്റ്റുകളെ അവിടെ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അവരുടെ അന്താരാഷ്ട്ര ഡെസ്ക്, അതോടൊപ്പം തന്നെ സ്പോർട്സ് ഡെസ്ക്, പോഡ്കാസ്റ്റ് വിഭാഗം, ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്നായാണ് ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. മാത്രമല്ല, വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ മെട്രോ എഡിഷനാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി പറയേണ്ടത്. അമേരിക്കയിലെ മെട്രോ എഡിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഭാഗമാണ്. അവിടെ 40 ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നതിൽ ഇനി 10 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. ശ്രീജ പറഞ്ഞതുപോലെ നമുക്കിതിനകത്തൊരു മലയാളി ബന്ധം പറയാൻ കഴിയുന്നത് ശശി തരൂരിൻ്റെ മകൻ ഇഷാൻ തരൂർ അവിടെ 2017 മുതൽ കോളമിസ്റ്റാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായ ഒരു പോസ്റ്റ് വന്നിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ വലിയ ഹൃദയവേദനയുണ്ട്. അവിടെ ശൂന്യമായ ന്യൂസ് റൂം കാണുമ്പോൾ തനിക്ക് വലിയ ഹൃദയവേദന ഉണ്ടാകുന്നു എന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കോളം വലിയ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു. നേരത്തെ ഒക്കെ തന്നെ 1877 വാഷിംഗ്ടൺ പോസ്റ്റ് സ്ഥാപിതമാകുന്നത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിനോ അല്ലെങ്കിൽ വാൾസ്ട്രീറ്റ് ജേർണലിനോ തൊട്ട് പിന്നാലെ തന്നെ വലിയ ജനപ്രീതി നേടി വളർന്നു വന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. 27 തവണ പുലിറ്റ്സർ പുരസ്കാരം നേടിയ സ്ഥാപനമാണ്. അത്തരത്തിൽ വലിയൊരു സ്ഥാപനം മിസ്മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി തകർച്ചയിലേക്ക് പോകുന്നു എന്ന ആരോപണമാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. കാരണം കാലോചിതമായ മാറ്റം പലപ്പോഴും കൊണ്ടുവന്നെങ്കിലും അതൊക്കെ തന്നെ പര്യാപ്തമായിരുന്നില്ല. വൈവിധ്യവൽക്കരണത്തിൽ വീഴ്ചയുണ്ടായി എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ നമുക്കറിയാം. നേരത്തെ ഒരു സമയത്ത് തന്നെ ഈ ടെലിവിഷൻ ജേർണലിസം കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ പ്രിൻറ്റിന് വലിയ പ്രശ്നമുണ്ടാകുമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രിൻ്റ് മീഡിയ മെല്ലെ മെല്ലെ അവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുകയും കാലത്തിനനുസരിച്ച് മാറുകയും ചെയ്തു. അത് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയിൽ ഈ ടാബ്ലോയിഡുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ടാബ്ലോയിഡുകൾ തന്നെ ഒരുപക്ഷെ പ്രതിസന്ധിയിലേക്ക് പോകും. അച്ചടി മാധ്യമത്തിൽ വരിക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന കണക്കുകളൊക്കെ വന്നിരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ അത് ഈ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണ് എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വരിക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. അതേസമയം മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ വരിക്കാരുടെ എണ്ണം കൂടുന്ന നിലയുമുണ്ടായി. ഇതെല്ലാം തന്നെ നമ്മൾ പലപ്പോഴും കേരളത്തിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ മാധ്യമം, ദിനപത്രം, ചന്ദ്രിക പോലുള്ള പത്രങ്ങൾ പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ സമരം നടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഇതൊരു അന്തർദേശീയ വിഷയമായി തന്നെ, അന്താരാഷ്ട്ര വിഷയമായി തന്നെ നിലനിൽക്കുന്നു എന്നതുകൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കണം. അതായത് വികസിത രാജ്യങ്ങൾ, ശരിയാണ്, ലോകമെമ്പാടും പ്രിന്റ് മീഡിയ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയാറുണ്ട്. ആ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ലോകം ഏറ്റവും ശ്രദ്ധയോടെ വായിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ലോകമാധ്യമങ്ങളിലൊന്നായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൂട്ടപ്പിരിച്ചുവിടൽ. എന്തായാലും ആ ആശങ്ക നിറഞ്ഞൊരു വാർത്തയോടെ ഈ മാധ്യമങ്ങളുടെയൊക്കെ ഭാവി എന്താണ്? അടുത്തത് ഒരുപക്ഷെ വെല്ലുവിളി നേരിടുക ടെലിവിഷൻ ചാനലുകളായിരിക്കുമെന്നാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ അതിജീവനത്തിൻ്റെ വഴികൾ കണ്ടെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.